നികുതി വർധനവിനെതിരെ തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മുഖ്യമന്ത്രിയെ പേടിച്ച് ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ് കേരളത്തിൽ. സമാധാനപരമായി നടത്തുന്ന സമരങ്ങളെ ദൗർബല്യമായി കാണരുതെന്നും രാപ്പകൽ സമരത്തിന്റെ സമാപന സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇന്ധനവില വർധനവിനെതിരായ പ്രതിഷേധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു UDF നേതൃത്വത്തിലുള്ള രാപ്പകൽ സമരം. തിരുവനന്തപുരത്തിന് പുറമെ 11 ജില്ലാ ആസ്ഥാനങ്ങളിലും മുതിർന്ന നേതാക്കൾ സമരത്തിന്റെ ഭാഗമായി. ചരിത്രത്തിലാദ്യമായാണ് ബജറ്റിനെതിരെ ഇത്തരത്തിൽ ജനവികാരം ഉയരുന്നത്. നികുതി പിരിവിൽ സർക്കാരിനുണ്ടായ പരാജയം മറച്ചുവെക്കാനാണ് മറ്റു വാദങ്ങൾ ഉയർത്തുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. ജനങ്ങൾ ഒരു കാലഘട്ടത്തിൽ സാമ്പത്തിക മാന്ദ്യത്തിൽ സമാനമായ ഒരു കാലഘട്ടത്തിൽ ജനങ്ങളുടെ തലയിൽ തിരുവനന്തപുരം രീതിയിലാണ് ഈ ബജറ്റ് നിർദ്ദേശങ്ങൾ വന്നിട്ടുള്ളത്. മുഖ്യമന്ത്രിക്ക് പേടിയാണെങ്കിൽ വീട്ടിലിരിക്കണം. മുമ്പ് കറുപ്പിനെ പേടിച്ച മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ വെളുപ്പിനെയാണ് പേടിയെന്നും പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു. മുഖ്യമന്ത്രി അതിൽ പോകണമെങ്കിൽ ബസ് സ്റ്റോപ്പിൽ പോലും വെളുത്ത വസ്ത്രം ഇടാനും നിൽക്കാൻ പാടില്ല. ഇനി കേരളത്തിലെ ജനങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുന്നവർ എല്ലാ ദിവസവും തലേ ദിവസം റൂട്ട് നോക്കണം. മുഖ്യമന്ത്രി എഴുതി കൂടെയാണ് പോകുന്നത്. നികുതി വർധനയ്ക്കെതിരെ കോൺഗ്രസ് നാളെ തുടർ സമരങ്ങൾ പ്രഖ്യാപിക്കും. സമരപരിപാടികൾ ആലോചിക്കാൻ വൈകാതെ UDF യോഗം ചേരും. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.